സോ നമ്മൾ മുംബൈയിലേക്ക് ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോകണം എന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ പിള്ളേരെ വെച്ചിട്ട് എന്തായാലും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ നമ്മൾ വേഗം നമുക്ക് ഫിനെക്സ് മോളിലേക്ക് പോകാം. ഇവിടുത്തെ ഏറ്റവും വലിയ മോൾ അതാണല്ലോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവ റെഡിയാണ്, അതും റെഡിയാണ്. നമ്മൾ രാവിലെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര ബഹളമായിരുന്നു ഇവനൊക്കെ. അതുകൊണ്ട് ഇപ്പം എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. ഉറങ്ങിയിട്ടില്ല, അപ്പം മേ ബി ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ ഇവയുടെ ഹെയർ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അവളുടെ ലാസ്റ്റൊക്കെ കുറച്ച് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. നോക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അവനവിടെ ബിസി ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടേക്കും കുത്താതിരുന്നാൽ മതിയായിരുന്നു. സോ നമുക്ക് മുകളിൽ ചെന്നിട്ട് പറ്റുമെങ്കിൽ മുകളിൽ ചെന്നിട്ട് കാണാം. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വാങ്ങിച്ച സാധനങ്ങൾ വന്നിട്ട് കാണിച്ചു തരാം. ബൈ. ആരെയാ വിളിച്ചേ? ആരെയാ വിളിച്ചേ? വാ. നമ്മളിപ്പോൾ ഇറങ്ങിയത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ നമ്മൾ ഫിനിക്സ് മോളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ ഒരു ഓട്ടോ പോലും അങ്ങോട്ടേക്ക് പോകാൻ റെഡിയല്ല. ഒരു ഓട്ടോയോ ഒരു ഊബറോ ഒരു ടാക്സിയോ ഒന്നും അങ്ങോട്ടേക്ക് പോകുന്നില്ല. അവർ വഴി ബ്ലോക്കാണ്, ജാമാണെന്നൊക്കെ പറഞ്ഞത്. അതായത് നമ്മളടക്കം നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, മലയാളീസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ബട്ട് ആരും വരാൻ റെഡിയല്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഏകദേശം ഓട്ടോ കിട്ടി നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 8 മണിയാവാറായിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇറങ്ങിയതല്ലേ വന്നതല്ലേ നോത്തപ്പോൾ നമ്മൾ ക്യാൻസലാക്കാതെ അവിടെ നിന്നതാണ്. അവസാനം നമ്മുടെ ആ പരിതാപകര അവസ്ഥ കണ്ടിട്ട് ഒരു ചേട്ടൻ സമ്മതിച്ച് നമുക്ക് പോവാന്ന് പറഞ്ഞ് പോയതാണ്. വഴി നീളെ ഏതോ പാർട്ടിക്കാരുടെയാണ്, ഇവരെ ജയിച്ചതിൻ്റെ ആണോ എന്തിൻ്റെ ആണോ എന്ന് അറിഞ്ഞൂടെ, അതിൻ്റെ ആഘോഷം നടക്കുകയാണ്. സോ ഇതായിരുന്നു കാരണം ഓട്ടോക്കാർ വരാൻ റെഡി അല്ലാത്തത്. എങ്ങനെ ആയാലും നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു 15-20 മിനിറ്റിൽ എത്തേണ്ട നമ്മൾ പിന്നെയും ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. അത്രയ്ക്കും ബ്ലോക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പം എനിക്കങ്ങനെ നമ്മൾ ഈ ലുലു കണ്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും ബിഗായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷെ അകത്തേക്ക് കുറേ സ്റ്റോഴ്സ് ആൻഡ് കാര്യങ്ങളുണ്ട്. ബട്ട് നമ്മൾ ഏകദേശം ക്ലോസിങ് ടൈമിലാണ് അവിടെ എത്തുന്നത്. പിന്നെ അതുകൊണ്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കയറണം എന്ന് വിചാരിച്ച ഒരു ഇതിൽ നമുക്ക് കയറാൻ പറ്റിയില്ല. ആകെ വെസ്റ്റ് സൈഡിലോട്ട് മാത്രമാണ് ഒന്ന് കയറിയത്. വെസ്റ്റ് സൈഡിനകത്താണെങ്കിൽ വീഡിയോസ് ഒന്നും അലൗഡ് അല്ല. സോ എനിക്ക് ഇവിടുത്തെ ഒന്നും സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരെ ഇവിടുന്ന് നമുക്ക് നേരെ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോകാം. കുറച്ച് സംഭവങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതെന്തായാലും ഇതിനകത്ത് കാണിക്കാം കേട്ടോ. ഹായ്, നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചത് ഇവിടെ നിന്നൊക്കെയാണ്. എത്നിസിറ്റി, ഹൗസ് ഓഫ് പട്ടൗഡി. ഇവിടുന്ന് എൻ്റെ അമ്മയ്ക്ക് എടുത്ത ഡ്രസ്സുകളാണ്. അത് അപ്പുറത്ത് എവിടെ ഇരിക്കുകയാണ്. ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ എടുത്തരാം. അമ്മ അപ്പുറത്തെ റൂമിലാണ്. പിന്നെ വെസ്റ്റ് സൈഡിൽ നിന്ന് നമുക്കും, പിന്നെ XXXY അവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് 3 ടീഷർട്ട്. ഇവിടെ നിന്ന് എടുത്തത് ഇതൊക്കെയാണ്. ജസ്റ്റ് പ്ലെയിൻ ടീഷർട്ട്സ് 3 എണ്ണം 899 അങ്ങനെ എന്തോ ആ റേഞ്ചിലായിരുന്നു. പക്ഷേ സാധാരണ ഇത്രയും ഓഫറിൽ കിട്ടുമ്പോൾ തുണിക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവാറില്ല. ഭയങ്കര നൈസായിരിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പക്ഷേ ഇടാൻ നല്ല സുഖമുണ്ട്. പ്യോർ കോട്ടൺ പോലെയുണ്ട്. ജസ്റ്റ് 3 പ്ലെയിൻ കളേഴ്സ്. ഒരു ക്ലാസിക് കളർ, ഒരു ചിക്കു കളർ, ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ. അപ്പം ഹസ്ബൻഡ് അതേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഷോപ്പിംഗ് ഒക്കെ നമ്മുടെയാണ്. ഇത് നമ്മുടെ ആദ്യക്കുട്ടന് വാങ്ങിച്ച ആദ്യക്കുട്ടനല്ല, അത് ഇവയ്ക്ക് വാങ്ങിയതാണ്. വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ്. ഒരു 3/4 പോലത്തെ ഒരു ട്രൗസേഴ്സും അതിന് ഒരു ഷർട്ടും. മോൻ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. നമ്മൾ ശരിക്കും അവിടെ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ ഡ്രസ്സും നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഹൗസ് ഓഫ് പട്ടോടി പോയതും അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി സിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഒരു സാരി ഇങ്ങനെ ചുരുട്ടിക്കൂട്ടിയാൽ നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കുന്ന അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിവർത്തുമ്പോൾ പ്രത്യേകിച്ച് ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഫാബ്രിക്, പിന്നെ ആ ബോംബെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ക്ലോത്ത്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അവിടെ നിന്ന് സം സോർട്ട് ഓഫ് ടെക്നിക്കൽ ഇഷ്യൂസ്, എവിടെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആ വീഡിയോ അവിടെ തൊട്ട് കട്ടാണ്, ആ സ്റ്റോപ്പ് ആയത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴത് ശ്രദ്ധിച്ചത്. അതായത് നാട്ടിലെത്തിയ ശേഷം. പക്ഷേ ഇപ്പോൾ തുണിയൊന്നും നമ്മുടെ കയ്യിലില്ല തന്നെ, കാരണം അത് നമ്മൾ പലർക്കും വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ മോൻ്റെ മാത്രമേ എനിക്ക് കാണിക്കാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് അത് മാത്രം എന്നാൽ വേഗം കാണിക്കാമെന്ന് വിചാരിച്ചു, കാരണം വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാണല്ലോ. ഇങ്ങനെയൊരു ആദൂന് വാങ്ങിയതാണ്. ഇങ്ങനെയൊരു ഷർട്ട്, ഒരു ജീൻസിൻ്റെ പോലത്തെ ഒരു ഇതും. പ്രത്യേകിച്ചൊന്നുമില്ല അതിൽ കാണിക്കാൻ മാത്രം ഒന്നുമില്ല. പിന്നെ ഞാൻ
എന്തായാലും ഇത് പറയാൻ എടുക്കണമല്ലോ എന്ന് ഓർത്തപ്പം അതായത് ഒരു സെറ്റും കൂടെ അവന് വാങ്ങിച്ചത്, ഒരു ജീൻസിൻ്റെ ഒരു ട്രൗസേഴ്സും പിന്നെ ഇങ്ങനത്തെ ഒരു ഇതും. രണ്ടുപേരും അവന് വാങ്ങിയത്. പിന്നെ എനിക്ക് വാങ്ങിച്ചതാണ് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഞാൻ വേറെ കുറേ എണ്ണം എടുത്തിട്ടുണ്ട്, അത് ഞാൻ അതെല്ലാം തിരിച്ചിട്ടിട്ട് ലാസ്റ്റ് ഇതിലേക്ക് മാത്രം എത്തിയതാണ്. ഞാൻ ശരിക്കും ഇട്ട് കാണിക്കാം. എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് കളേഴ്സിലുള്ള ഒരു ഇതാണിത്. ഇങ്ങനെ ഒരു ലോങ് ഗൗൺ പോലെ ഒരു ഡ്രസ്സ് പോലെ കിടക്കുന്നതാണ്. ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാം എന്തായാലും. ഉണ്ടോ, ഇതിൻ്റെ കൈയുടെ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ നിൽക്കുന്നത്. എന്നിട്ട് താഴത്തോട്ടും ഒരു ത്രെഡ് വർക്ക് പോലെ ഇങ്ങനെ നല്ല വർക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മുംബൈ കാഴ്ചകൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് നൈറ്റുള്ള വ്യൂ ആട്ടോ ഇത്. നല്ല രസമാണ് കാണാൻ. ആക്ച്വലി ഫുൾ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, എവിടെ നോക്കിയാലും അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ആ തൊട്ടപ്പുറത്ത് കാണുന്നത് എയർപോർട്ടാണ്. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ലാൻഡിങ് ക്ലിയറായിട്ട് കാണാൻ പറ്റും. അടുത്തടുത്ത് ഇങ്ങനെ ശരിക്കും ഓട്ടോറിക്ഷ പോകുന്ന പോലെ ഇങ്ങനെ ഫ്ലൈറ്റ്സ് ഒക്കെ കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫ്ലൈറ്റ്സ് കാണാൻ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. എന്തായാലും കിടക്കാൻ പോവുകയാണ്. നമുക്കിനി നാളെ രാവിലെ കാണാം. യെസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാ പോലെയും ഹോട്ടൽസിൽ നിന്ന് കോംപ്ലിമെൻ്ററി തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് അവർ ആൾക്കാരെ കണക്കാക്കിയാണല്ലോ തരും. അപ്പോൾ നമ്മൾ 5 members ആയതുകൊണ്ട് അത്രയും ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഇഡലി, പിന്നെ അവലിൻ്റെ പോഹ ആൻഡ് ഉപ്പുമ, ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. ആക്ച്വലി ഉപ്പുമ ഭയങ്കര സൂപ്പറായിരുന്നു, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. പക്ഷേ അവരിതിനകത്ത് ഡാൽഡ നല്ലപോലെ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ആ ടേസ്റ്റൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ. സോ നമുക്ക് ഒരു ദിവസത്തേക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ നമ്മുടെ കൂട്ടത്തിൽ ഊത്തപ്പവും ബ്രെഡ് ആൻഡ് ജാമും കൂടെയാണ് വാങ്ങിയത്. ടോട്ടലി ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കരുതണം എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമാണ്. സോ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു സ്നാക്സായിട്ട് കയ്യിൽ കരുതിയേക്കുന്നത് ഇതാണ് പോപ്കോൺ. ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതൊരു ചീസ് ഫ്ലേവറിലുള്ള ഒരു പോപ്കോണാണ്. ഇതൊരു കാരമൽ കോട്ടിങ് ഷുഗർ മധുരമുള്ള ഒരു പോപ്കോണാണ്. അപ്പം ചില സമയത്ത് കുട്ടികൾക്ക് സ്വീറ്റ് അത്ര ഇഷ്ടമല്ല, അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഇങ്ങനത്തെ ടേസ്റ്റുകളാണ്. അപ്പം ഞാൻ പിന്നെ ഇതിന് ഇത് ഇപ്പം ഇത് തിരിച്ചു പോകുക കേട്ടോ. ഇത് ഏകദേശം ഇപ്പോൾ കാലിയായി. ഫ്ലൈറ്റിൽ വെച്ചിട്ട് മീൻ ഇവിടെ വെച്ചുമൊക്കെ കൊടുത്ത് ഇതായിരുന്നു. ഇത് കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ ഞാൻ അതല്ലാതെ ഇളയവന്, അവനിപ്പോൾ ഒരു 1.5 വയസ്സുണ്ട്. അപ്പോൾ അവന് ഞാൻ കയ്യിൽ കരുതിയിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മിക്സാണ്. ഇതാകുമ്പോൾ ജസ്റ്റ് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ട് അപ്പം കലക്കി എടുത്താൽ മതിയല്ലോ. പിന്നെ സെർലാക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നതല്ല, പക്ഷേ ഇങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്ന് നമുക്ക് കുറുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ ജസ്റ്റ് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എക്സ്ട്രാ കരുതിയിരിക്കുന്ന സംഭവമാണിത്. പിന്നെ ചെറുതിൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എപ്പോഴും കൈ കരുതാറുണ്ട്. പിന്നെ ഒരു നോർമൽ ടിഷ്യൂ, ഒരു വെറ്റ് വൈപ്സ് കയ്യിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ എപ്പോഴും വെക്കുന്നത് അവർക്ക് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു ടോയ് എന്ന് വെച്ചാൽ മുമ്പ് എപ്പോഴും നല്ല കുറേ നാളത്തേക്ക് അവർ മറന്നിരിക്കുന്ന ഏതെങ്കിലും ടോയ്സ്. ഇപ്പം ഇതിനു വേണ്ടി മാത്രം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ കുറേ നാളായിട്ടുള്ള സ്ലൈം വേണം പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇവയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നില്ല. അങ്ങനെ ഞാനൊരു സർപ്രൈസ് പോലെ വാങ്ങിച്ചത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇവർ നമ്മുടെ ഭാഗ്യത്തിന് ഒരു 2 hours ഉള്ളൂ. പക്ഷേ ഈ 2 hours കുട്ടികളെയും കൊണ്ടിട്ട് ഇരിക്കുമ്പോൾ അവർ റെസ്റ്റ്ലെസ് ആയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ട് നടക്കുകയെങ്കിലും ചെയ്യാം, പക്ഷേ ഇതാകുമ്പോൾ അത് പറ്റത്തില്ലല്ലോ. സോ അവർക്ക് വേണ്ടിയിട്ട് ഇതാണ് കയ്യിൽ കരുതിയത്. ഒരു 2 ടോയ്സ്, ഒന്ന് മടുക്കുമ്പോൾ അടുത്തത്, ഒരു കളറിങ് ബുക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒട്ടിക്കോ വെജിറ്റബിൾസും ഇതൊക്കെ വെച്ച് കുറച്ച് നേരം എന്തായാലും അടങ്ങിയിരിക്കും. ഒന്ന് മടുക്കുമ്പോൾ അടുത്തത് മടുക്കുമ്പോൾ ഇത്. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കൈ ഇതാകുമല്ലോ, അപ്പോൾ അതെന്തായാലും ഒരു വെറ്റ് വൈപ്സ് വേണം. അങ്ങനത്തെ ഇത്രയും കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ എന്തായാലും വൈകുന്നേരം കയറുന്നത് കേട്ടോ. ആൻഡ് നമ്മളിതാ ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ജിയോ മോളിലാണ്. കുറേ പേർക്കെങ്കിലും ഇത് കാണണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും. കാരണം നമുക്കറിയാം ഇത് ലക്ഷറി മോൾ എന്ന് പറഞ്ഞ് ഇപ്പം അറിയപ്പെടുന്ന ഒരു മോളാണിത്. അപ്പം നമുക്കത് ഒന്ന് പോയി കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ മുംബൈയിലുള്ള ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു ഒരു സാധനം പോലും അവിടെ വാങ്ങിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കൊരു ലക്ഷറി ബ്രാൻഡാണ്. അത്രയും ഇതുള്ള സെലിബ്രിറ്റീസിനും അവർക്കും ഒക്കെ അത് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഒരു നോർമൽ പീപ്പിളിന് എന്തായാലും അത്ര പറ്റുന്ന കാര്യമല്ല. പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിരിക്കാമല്ലോ. എന്തായാലും അവിടെ കാണുന്നതിന് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് എന്തായാലും പോയി വിസിറ്റ് ചെയ്യാം. ആൻഡ് വൺസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവിടുത്തെ ആ ഒരു
വരുന്ന ആൾക്കാരുടെ ഒരു റേഞ്ചും കാര്യങ്ങളുമൊക്കെ. കാരണം നമ്മൾ ഒരു ക്ലോത്ത് പോയി വെറുതെ ഒന്ന് പ്രൈസ് റേഞ്ച് അറിയാൻ വേണ്ടി ജസ്റ്റ് പോയി നോക്കിയതായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ ഒരു 10,000 ആയിരുന്നു. സോ അങ്ങനെയുള്ള ലക്ഷറി ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും പോയിട്ട് ചെയ്യാം കേട്ടോ. ആൻഡ് നമ്മൾ അവിടെ നിന്ന് ആക്ച്വലി ഒന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുൾ കറങ്ങി തിരിഞ്ഞെല്ലാം കണ്ടിങ്ങ് പോരുക ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് അണ്ടർ മെയിൻ്റനൻസ്. കാരണം കുറേ പണികൾ നടക്കാനുണ്ട്, കുറേ ഷോറൂംസ് ഓപ്പൺ ചെയ്യാനുണ്ട്. ഭയങ്കര സൂപ്പറായിരുന്നു എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ കുറേ ലക്ഷറികളുണ്ട് കാണാനും സംഭവമൊക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാലേ ആ ഒരു ഫുൾ ഔട്ട്ലുക്കിൽ നമുക്കിത് പുറത്തോട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഫുഡ് കോർട്ട് തപ്പി നടക്കുകയാണ്. കാരണം നമുക്ക് നല്ല വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. പക്ഷേ അവിടെ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് 1 hour അവരുടെ പ്രിപ്പയറിങ് ടൈം അവർ ആ സമയത്ത് പറഞ്ഞത്. നമ്മൾ ബിരിയാണി എന്തോണം ഓർഡർ ചെയ്ത്, ആ ബിരിയാണി ജസ്റ്റ് ഒരു ബൗളിന് തന്നെ ഇറ്റ് വാസ് നിയർലി 800 rupees അങ്ങനെ എന്തോ. ആ ഒരു ബൗൾ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് പോലും വയറിൽ തികയുമെന്ന് തോന്നില്ല, അത്രയും സ്മോൾ ക്വാണ്ടിറ്റിയും കൂടിയാണ്. ആക്ച്വലി സോ നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല. നമ്മളവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് നമ്മുടെ ഹോട്ടലിൽ പോയിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് നമുക്ക് കയറാൻ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ നമുക്ക് നമുക്കവിടെ ചെക്ക് ഇൻ ചെയ്യാൻ ഇനിയും ഒരു 2 hours ഉണ്ട്. അപ്പോൾ ആ 2 hours ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നതേ ഉള്ളൂ. സോ എന്തായാലും നമുക്കപ്പോൾ ഇവിടേക്കൊന്ന് കാണാം, ഇത് കാണാൻ ആഗ്രഹമുള്ള നിങ്ങളെയും ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. സോ കഴിഞ്ഞു. വി ആർ സേയിങ് ബൈ ടു മുംബൈ. നമ്മൾ തിരിച്ച് എയർപോർട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് 3:30-4 മണി ആ ടൈമിലാണ്. അപ്പോൾ നമുക്കൊരു രാത്രി ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് എത്തും. സോ നമുക്ക് പോകാം. സോ ദാറ്റ് വാസ് അവർ മുംബൈ ട്രിപ്പ്. ആക്ച്വലി സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റാത്തൊരു വലിയ വിഷമമുണ്ട്. നമ്മളെന്തായാലും ലാൻഡ് ഓഫ് ചെയ്യാൻ തുടങ്ങിയാണ്. ഇപ്പോൾ നമ്മൾ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി വേറെ ഇതായിട്ട് വീണ്ടും കാണാം. ബൈ.